ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള എക്സിന് പിഴ ചുമത്തി യൂറോപ്യൻ യൂണിയൻ 120 ബില്യൺ യൂറോയാണ് പിഴ ചുമത്തിയത്. യൂറോപ്യൻ യൂണിയന്റെ കർശനമായ ഉള്ളടക്ക സുതാര്യത നിയമങ്ങൾ ലംഘിച്ചുവെന്ന് ആരോപിച്ചാണ് മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള എക്സിന് പിഴ ചുമത്തിയത്. 120 മില്യൺ യൂറോയാണ്, അതായത് $140 മില്യൺ പിഴ ചുമത്തിയത്. എക്സിലെ ബ്ലൂ ടിക്കിന്റെ പേരിൽ ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പിഴ. പണമടച്ചാൽ ആർക്കും അധിക അക്കൗണ്ട് എന്ന് തെളിയിക്കുന്ന ബ്ലൂ ടിക്ക് സ്വന്തമാക്കാം. ഈ അക്കൗണ്ടിന് പിന്നിൽ ആരാണെന്ന് കമ്പനി പരിശോധിക്കുന്നില്ലെന്നും ഇത്തരത്തിൽ ഉപയോക്താക്കളെ വഞ്ചിക്കുകയാണെന്നും യൂറോപ്യൻ കമ്മീഷൻ നിരീക്ഷിച്ചു. ബ്ലൂ ടിക്ക് ഉപയോഗിക്കുന്നതിനെ ചോദ്യം ചെയ്യുന്നതിനൊപ്പം പരസ്യങ്ങൾക്ക് സുതാര്യത നൽകുന്നതിലും എക്സ് പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് പൊതു ഡാറ്റയിലേക്ക് ഗവേഷകർക്ക് പ്രവേശനം നൽകുന്നില്ലെന്നും EU റെഗുലേറ്റർമാർ പറഞ്ഞു. അതേസമയം എലോൺ മസ്ക് യൂറോപ്യൻ യൂണിയനെ നിശിതമായി വിമർശിച്ചു. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിന് ചുമത്തിയ പിഴ യൂണിയൻ പിൻവലിക്കണമെന്നും പ്രഖ്യാപിച്ചു. യൂറോപ്യൻ കമ്മീഷൻ ഡിജിറ്റൽ സർവീസ് ആക്ട് പ്രകാരം ചുമത്തിയ ആദ്യ പിഴയാണിത്. DSAയുടെ സുതാര്യത ബാധ്യത ലംഘിച്ചതിന് എക്സ് കുറ്റക്കാരനാണെന്ന് കമ്മീഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. പരിശോധിച്ചുറപ്പിച്ച അക്കൗണ്ടുകൾക്കായുള്ള ബ്ലൂ ടിക്ക് മാർക്ക് വഞ്ചനാപരമായ രൂപകൽപ്പനയാണെന്നും പ്രസ്താവനയിൽ യൂറോപ്യൻ യൂണിയൻ ചൂണ്ടിക്കാട്ടി. കൂടാതെ ഗവേഷകർക്ക് പൊതു ഡേറ്റയിലേക്ക് ആക്സസ് നൽകുന്നതിൽ പരാജയപ്പെട്ടതും നിയമലംഘനങ്ങളിൽ ഉൾപ്പെടുന്നുവെന്ന് പ്രസ്താവനയിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.